അപ്പനമ്മയൊക്കെ മരിക്കുന്നവരെയാണ് സനാതര്. അപ്പനമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനാഥനാണ് വൈദികൻ. എവിടെയും പോയിട്ട് കാര്യമൊന്നുമില്ല. വലിയപ്പൻ്റെ മക്കൾ ചേട്ടനൊക്കെ ഇന്ന് വെറുതെ, അതൊക്കെ കോമഡിയാണ്. ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കെട്ടിക്കയറുമെന്നുള്ളത് നമ്മളാരുമല്ല. അവരുടെ മക്കൾ അവരുടെ കുടുംബമൊക്കെ ഉണ്ട്. പറയാൻ വല്ലപ്പോഴും ചെന്നൊരു ചായ കുടിച്ചെങ്കിൽ പോരാ. കയറി ചെല്ലാൻ പോലും ഇടവില്ല. അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമില്ല. പണ്ട് പോയതാ. ഇപ്പോൾ എൻ്റെ പിൻകോഡ് ഏതാ? 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുക. അഡ്രസ്സ് എവിടെയാണ്? എൻ്റെ ബന്ധുക്കൾ എവിടെയാണ്? എവിടെയാതിനൊക്കെ പോകാൻ നേരം? കൂട്ടുകാരെവിടെയാണ്? എനിക്ക് സ്വന്തം സമയം എവിടെയാണ്? എൻ്റെ സന്തോഷങ്ങൾ എവിടെയാണ്? എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ എവിടെയാണ്? ഒക്കെ ഇവിടെ ബലിയായി തീർന്നു. എല്ലാ വൈദികരുടെ അവസ്ഥ അതാ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നമ്മൾ ജനിച്ചെന്ന് കേട്ടു തുടങ്ങിയതാ. ഇതേ വായന തന്നെയാണ് നിങ്ങൾ മരിക്കും വരെ കൊഹന ഞായറിന് വായിച്ച് കേൾക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിച്ചേക്കണത്, ഇപ്പോൾ ആദ്യത്തെ അച്ഛൻ വന്നു, രണ്ടാമത്തെ അച്ഛൻ വന്നു, മൂന്നാമത്തെ അച്ഛൻ വന്നു, 5 വികാരിച്ചന്മാർ മാറുമ്പോഴേക്കും കേൾക്കാനുള്ളതൊക്കെ കേട്ടു. അപ്പോൾ നമ്മുടെ ആൾക്കാർ വിചാരിച്ചേക്കണേ ആ പാവങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. നമ്മളതൊക്കെ കഴിയുമ്പോഴേക്കും തപ്പിയും പെറുക്കിയും തട്ടിയും മുട്ടിയും ഒക്കെ എത്തും. അങ്ങനെ ഒരു പ്രത്യേകതയില്ല. പിന്നെ ഞാനായിട്ട് നേരത്തെ എനിക്ക് എൻ്റെ കുർബാനയ്ക്ക് ട്യൂണ് കുറവായതുകൊണ്ട് പെട്ടെന്ന് അവസാനിക്കും. അപ്പോൾ നാട്ടുകാർ തിരിച്ചു കയറി വരുമ്പോൾ സമാധാനത്തോടെ പോകുമെന്നും പറഞ്ഞ് ഞാൻ കൈയാക്കി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് പ്രസംഗം ഇപ്പോൾ പിടിച്ചത്. അല്ലെങ്കിൽ ഞാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇന്ന് കൊഹന ഞായർ മരിച്ചുപോയ എല്ലാ വൈദികരെയും ഓർക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസം പുതുക്കാട് പള്ളിയിൽ ആരെങ്കിലും വന്നിരുന്നോ? വെള്ളിയാഴ്ച എങ്ങാനും പുതുക്കാട് പെരുന്നാൾ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. അപ്പോൾ ധൈര്യമായിട്ട് പറയാം. അവിടെ പറഞ്ഞ അതേ പ്രസംഗത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. എല്ലായിടത്തും ഇതാ പറയണതെന്ന് ചിന്തിക്കേണ്ട. ഇത് 2ാം സ്ഥല കഥ എങ്ങനെയാണ്? ഒരിക്കൽ ചെമ്മരിയാട്ടിൻ കൂട്ടത്തിലേക്ക് ഒരു അംബാസഡറെ വേണം. അംബാസഡർ. അപ്പോൾ അത് പുറത്ത് വെക്കണവരൊക്കെ അകത്ത് കയറി ഇരുന്നോട്ടോ. ഒരു കുഴപ്പമില്ല, അച്ഛനെ പുറത്ത് വെക്കണമെന്നില്ല, വെയിൽ കൊണ്ടിട്ട് അകത്ത് കയറി ഇരുന്നോ. എനിക്കറിയാം നിങ്ങൾ വരുന്നത് തന്നെ സന്തോഷം. വൈകിയാലും കുഴപ്പമൊന്നുമില്ല, വരുന്നുണ്ടല്ലോ. അപ്പം ചെമ്മരിയാട്ടിൻ കൂട്ടത്തിലേക്ക് ചെന്നായകൾക്ക് ഭയങ്കര സ്നേഹം. ചെന്നായ ഒരു അംബാസഡറെ ചർച്ച ചെയ്യാനായിട്ട് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ചെന്നായകൾ കുറുക്കനെ തിരഞ്ഞെടുത്തു. കുറുക്കൻ അംബാസഡറായി ചർച്ച ചെയ്യാനായിട്ട് ചെമ്മരിയാട്ടിൻ കൂട്ടത്തിലേക്ക് ചെന്നു. നമുക്കറിയാം ചെമ്മരിയാടിനെ നോക്കുന്നത് പട്ടിയാണ്. നമ്മുടെ നാട്ടിലുള്ള ആടല്ല കേട്ടോ ചെമ്മരിയാട്, അത് കോലാടാണ്. അതിന് ദൈവം സഹായിച്ച ഒരു ബുദ്ധിയും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ എപ്പോഴും കോലാട് ചെമ്മരിയാട് എന്ന് പറയുന്നത്. കോലാട് ഉമ്പടാട്. അതിന് നിങ്ങൾ അമ്മിണിന്നല്ല കുഞ്ഞമ്മിണിന്നല്ല എന്ത് പേരിട്ട് എന്തോരം കാലം നോക്കിയാലും അതിലിഷ്ടപ്പെട്ടില്ല അത് ഇടിക്കും. നിങ്ങൾ പറഞ്ഞോടത്തൊന്നും അത് വരില്ല. അതിന് പോണോടത്ത് നിങ്ങൾ പൊക്കോണം. അതിന് പറ്റിയതൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ കോലാട് എന്ന് ബൈബിളിൽ പറയുന്നത്. ഉമ്പടാടിന് ഈ പറയുന്ന പേര്. അതിന് ബുദ്ധിബോധമൊന്നുമില്ല, ദൈവം സഹായിച്ച്. അതുകൊണ്ടാണ് ഈ കോലാടിൽ നിന്ന് വേർതിരിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെമ്മരിയാട് നേരെ തിരിച്ച നമ്മുടെ പശുവിൻ്റെ പോലെയാണ്. അത് പറഞ്ഞനുസരിക്കും, വിളിച്ചാൽ വരും, ശബ്ദം കേട്ടാൽ ചെവിട് ഓർക്കും. പിന്നെ പാവ അങ്ങനെയൊന്നും ഒരു ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിന്ന് മരിക്കുക എന്നല്ലാണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ബുദ്ധിയൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ഇടയനെ എന്ത് പറയുന്നു അത് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ പണി. അപ്പോൾ ചെമ്മരിയാടിൻ്റെ അടുത്തേക്ക് കുറുക്കൻ ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ആട്ടിൻകൂട്ടമേ, ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇല്ലാതാക്കുന്നത് മുഴുവൻ ഈ പട്ടികളാണ്. ചെന്നായ ചേട്ടന്മാർ നിങ്ങളെ സ്നേഹിക്കാൻ വരുമ്പോൾ, നിങ്ങളോട് നല്ല വർത്താനം പറയാൻ വരുമ്പോൾ പട്ടികൾ അവരെ ഊടിപ്പിക്കുക. അപ്പോൾ സ്നേഹം മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ. നിങ്ങളിതിങ്ങനെ പോയാൽ നമുക്കെങ്ങനെ ഒരു സ്നേഹം വരിക? ഈ ശത്രുത നമുക്ക് നിർത്താം, ഈ ഭയം നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പോൾ നിങ്ങളും നമ്മളും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഇടയിൽ ഒറ്റ കാരണമുള്ളൂ, അതിൽ നിൽക്കുന്ന പട്ടിയാണ്. ഇപ്പം പറഞ്ഞിട്ട് കുറുക്കൻ അങ്ങ് പോയി. ചായ കുടിക്കാതിരുന്നപ്പോൾ ചെമ്മരിയാടുകളൊക്കെ ചർച്ചയിലാണ്. കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാലും മണ്ടനാണെങ്കിലും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം എന്താ? ആ പാവൻ ചെന്നായി അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഇവിടുന്ന് ഓടിപ്പിക്കാൻ തുടങ്ങും പട്ടികളെല്ലാം കൂടി. ക്രൂരതയല്ലേ? പിന്നെ അവന്മാർക്ക് നമ്മളോട് സ്നേഹമാണെങ്കിൽ എത്ര പ്രാവശ്യം ആ പാവങ്ങൾ ഇവിടെ വന്നു, എത്ര പ്രാവശ്യം നമ്മൾ നോക്കി കണ്ണീരോടുകൂടെ ഇവിടെ നിന്ന് തിരിച്ചുപോയി. നമ്മൾ ഈ പട്ടി കാരണമല്ലേ ഇത്ര ക്രൂരതയും ദേഷ്യവും പകയും വൈരാഗ്യമൊക്കെ വന്നേ. നമുക്കത് തീർക്കണ്ടേ? ശരിയാ, പട്ടികളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. മീറ്റിംഗ് കൂടി പ്രമേയം പാസ്സാക്കി ഈ പട്ടീനെ ഇവിടുന്ന് ഓടിക്കണം. അപ്പന്മാരാണ് കുഴപ്പം. വൈകുന്നേരം 4 മണിയായി പൊളിച്ചു, വല്ലതും കിട്ടാണ്ടെങ്കിൽ വാങ്ങിക്കോ, കൂടുതൽ വർത്താനൊന്നും വേണ്ട, നാളെ തൊട്ട് സേവനം വേണ്ട. പട്ടി ഒത്തിരി വിഷമത്തോടു കൂടി ഇറങ്ങി. എന്നാലും 2 ദിവസം കൂടി വേണ്ട,
നിങ്ങൾ കാരണം ഈ നാട്ടിൽ പ്രശ്നം മുഴുവൻ. പോകോ. അങ്ങനെ പട്ടിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് 2 എല്ലും കഷ്ണമൊക്കെ കൊടുത്ത് മുഖം തിരിഞ്ഞിന്ന് അതിനെ യാത്രയാക്കി. വൈകുന്നേരം 7 മണിയായപ്പോൾ ചെന്നായ ചേട്ടന്മാർ കുറുക്കൻ്റെ കൂടെ ചർച്ചയ്ക്ക് വന്നു. ചെന്നായുടെ സ്വഭാവം അറിയാം. ചതി, ബുദ്ധി, കുബുദ്ധി, വഞ്ചന, ഇതൊക്കെ ചെന്നായയുടെ കൂടപ്പിറപ്പാണ്. 2 മനുഷ്യരെ പോലെ ജീവിക്കുന്ന ജീവിയാണ് ചെന്നായ. ഒറ്റ ഭാര്യ, ഒറ്റ ജീവിതം, ഭാര്യ, മക്കൾ, കുടുംബം, ഇതൊക്കെ ബന്ധുക്കൾ, ഇതൊക്കെ കീപ്പ് ചെയ്യുന്നൊരു ജീവിയാണ് ചെന്നായ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെന്നായനെ സർക്കസിലിട്ട് വളർത്താൻ പറ്റില്ല. അത് കുഴപ്പമുണ്ടാക്കും. അവൻ ബുദ്ധിയുള്ള ജീവിയാണ്. ചെന്നായ വന്നു. ചർച്ച കഴിയും തോറും ആടുകളുടെ എണ്ണം കുറഞ്ഞു. തിങ്കളാഴ്ച വന്നു, ചൊവ്വാഴ്ച വന്നു, ബുധനാഴ്ച വന്നു. വ്യാഴാഴ്ചയോടെ ചെമ്മരിയാടിൻ്റെ കലാപരിപാടി തീർന്നു. പേരിന് മാത്രമായിട്ട് ചെമ്മരിയാടുകൾ അവശേഷിച്ചു. ശനിയാഴ്ചയോടുകൂടി പൂർണ്ണമായിട്ടും ചെമ്മരിയാടുകൾ തമ്മിലുള്ള വിഷമവും തീർന്നു, സ്നേഹവും തീർന്നു, ചെമ്മരിയാടും തീർന്നു. പ്രിയപ്പെട്ടവരെ, പട്ടി കാവൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവനൊരുത്തനായി കുഴപ്പമൊക്കെ ഉണ്ടാക്കണേ, അവൻ്റെ വായന നാവ് ചുവല്ലാത്തതുകൊണ്ടാണ് കുഴപ്പം, അവനെന്തിനപ്പം ഇങ്ങനെയൊക്കെ ബലം പിടിക്കേണ്ട ആവശ്യം, അവനിതൊക്കെ പറഞ്ഞ് എന്തിനാ ഈ ബലം പിടിക്കണത്, എന്തിനാ എപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കണേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാ ഈ സ്നേഹം കളയണേ, ഒരു മയത്തിലൊക്കെ അങ്ങ് പോയാൽ പോരെ. ഈ പട്ടികളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ചെന്നായ പടിവാതിൽക്കൽ രക്തവും കാത്തിരിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഇന്ന് അങ്ങനെ മരിച്ചുപോയ കുറേ പട്ടികളുടെ കഥയാണ് ഇന്ന് സഭ ആചരിക്കുന്നത്. എന്തിനാ കുരച്ചേന്നോ, ആർക്ക് വേണ്ടിയാ കുരച്ചേന്നോ, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ കൊര കേട്ടവരോ സംരക്ഷണം കിട്ടിയവരോ ഓർക്കാതെ പോകുന്നൊരു സമൂഹം. അതുകൊണ്ട് അച്ഛന്മാരെ കുറിച്ച് പറയുന്നത് രാജാവിനെ പോലെ സിംഹത്തെ പോലെ ജീവിച്ച് പട്ടിയെ പോലെ തീരുന്ന, അങ്ങനെയൊക്കെ തന്നെയാണ് അവസാനം വരാൻ പോണത്. നിങ്ങളുടെ എത്ര അച്ഛന്മാർ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയാം? പള്ളി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 50 കൊല്ലെങ്കിലും അതിൻ്റെ വലിയ പള്ളി തുടങ്ങിയിട്ട് ഇല്ലേ? 50 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരൊക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് വല്ലവർക്ക് അറിയൂ? ഇല്ല. കല്യാണം വരുമ്പോൾ ശവടപ്പിന് ആളില്ലെങ്കിൽ മാമൂദീസയ്ക്ക് 3 ആന നിൽക്കണമെന്ന് നിന്നാലേ ഗുമ്മുള്ളൂ. അപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ പണ്ട് ഇവിടെ താടി വെച്ചൊരു അച്ഛൻ ഉണ്ടാകുന്നു, അതിപ്പോൾ എവിടെയാണാവോ, പേര് പോലും ഓർമ്മയില്ല. അപ്പോൾ തപ്പിപ്പെറുക്കി വരുമ്പോൾ അത് പ്രീസ്റ്റ് ഹോമിലാണ്. അതിനിപ്പോൾ കാറ് വിടണം, പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവിടെ ഇരുത്തണം, പച്ചക്കറിയെ കഴിക്കുകയുള്ളൂ, വയ്യ, ശബ്ദമൊന്നുമില്ല, അതിനൊന്നും വേണ്ട, പാട്ട് പാടുന്ന വല്ലേനാണെങ്കിൽ. അപ്പം ഇതിങ്ങനെ വർഷാവർഷം ഇറങ്ങുന്നതുകൊണ്ട് അതിലേറ്റവും നല്ലതിനെ കൊണ്ടുവരും, പഴയതൊക്കെ കൂട്ടിയെ കയറി. ഇനി കാത്തിരിക്കുന്ന മരണം മാത്രമാണ്. അങ്ങനെ കടന്നു പോകുന്നൊരു ജീവിതമുള്ള വൈദികർ ഭൂമിയിലുണ്ട്. വേറെ ഒന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ പഴയ വികാരിമാരെ കുറിച്ച് ഓർത്താൽ മാത്രം മതി. എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടെ. ഇപ്പോൾ പേര് പോലും നമ്മുടെ തലേന്ന് പോയി, പേരെഴുതാതെ കടന്നുപോയി ഒരുപാട് വൈദികർ. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ സാധാരണ പള്ളിയിൽ കേട്ടേണ്ട ഏറ്റവും വലിയ പരാതിയാണ്. അച്ഛന് പിരിവ് തന്നെയാ പിരിവ്. ഏതച്ഛനാ പിരിച്ചിട്ട് കുടുംബത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ വീട് പണിതേക്കണേ? ഏതച്ഛനാ ഇവിടുന്ന് അതൊക്കെ പിരിച്ചു കൊണ്ടുപോയിട്ട് അവനവൻ്റെ ജീവിതം നന്നാക്കിയേക്കണേ? അങ്ങനെ ആകാമായിരുന്നെങ്കിൽ അവർക്ക് വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു. അവർ മുതിരാത്തത് അവരുടെ കുടുംബമായിട്ട് അവരുടെ ജീവിതമായിട്ട് ഈ ദേവാലയത്തിൽ മക്കളെയും കണ്ടതുകൊണ്ടാണ്. സംഗതിയൊക്കെ ശരിയാണ്, കുറവുണ്ട്, പ്രശ്നമുണ്ട്, നല്ല ഭയമുണ്ട്. ഈ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. കാരണം പൗരോഹിത്യത്തിൽ ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല. ഇനിയും ഒരു 10 ജന്മം ഉണ്ടെങ്കിൽ ആ 10 ജന്മത്തിലും അച്ഛനായി ജീവിക്കാൻ തന്നെ. അങ്ങനെ ജന്മമില്ല, ഒറ്റ ജന്മമുള്ളൂ. 10 ജന്മത്തിലും അച്ഛനായി ജീവിക്കാനാണ് ഇഷ്ടം, താല്പര്യം. ചോയ്സ് ഉണ്ടെങ്കിൽ, ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ അതേ തിരഞ്ഞെടുക്കൂ. പക്ഷെ പേടി എന്താണെന്നറിയോ? എന്ത് യോഗ്യത കൊണ്ട് ഇവിടെ കയറി എന്നുള്ളതാണ് പ്രശ്നം. യോഗ്യത, നന്മ, പുണ്യമൊക്കെ ഓർക്കുമ്പോൾ ഇവിടെ നമ്മൾ പാടുന്നൊരു ഗീതമില്ലേ, അഗ്നിമയന്മാർ നോക്കാൻ ഭയപ്പെടുന്നവനെ കൈകളിലെടുത്ത് ആഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പാപിയും ബലഹീനനുമായ ഞാൻ എന്നും പറഞ്ഞ കുർബാന അവസാനിപ്പിക്കുന്നേ അതൊരു ജാമ്യ ഹർജിയാണ്. ദൈവമേ, യോഗ്യത കൊണ്ടല്ല, പുണ്യം കൊണ്ടല്ല, നന്മ കൊണ്ടല്ല, എന്തെങ്കിലും മേന്മ കൊണ്ടോ തറവാട്ട് മഹിമ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അല്ല, മറിച്ച് നിന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഇവിടെ അങ്ങനെ നിൽക്കാനായിട്ട് ചങ്കൂറ്റം കാട്ടിയതാ. അതൊരു ഭയമാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളൊക്കെ നോക്കാൻ ഭയപ്പെടുന്നിടത്ത് മാലാഖമാരെ തലകുനിച്ച് കണ്ണുയർത്താൻ നോക്കാത്ത സ്ഥലത്തേക്ക് കൈകൾ ഉയർത്തി കയറി ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ അവൻ പടുവിഡ്ഢിയായിരിക്കണം, അല്ലെങ്കിൽ അതിവിശുദ്ധനായിരിക്കണം. ഇത് രണ്ടും അല്ലാത്തവൻ്റെ ജീവിതം എപ്പോഴും മുറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്
അങ്ങനെ ഒരു നീലർ എല്ലാ അച്ഛന്മാർക്കും ആവശ്യമാണ്. എന്തിനാണെന്നറിയോ? ജീവിച്ച ജീവിതവും ജീവിക്കേണ്ട ജീവിതവും ഇടയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കും. ജീവിച്ചത് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അച്ഛനായിട്ട് ജീവിക്കേണ്ടത് ഇങ്ങനെയല്ലെന്ന് അറിയാം. പക്ഷേ ബലഹീനതകളിൽ, കുറവുകളിൽ, ഇടർച്ചകളിൽ പോയി കഴിയുമ്പോൾ ഈ ബലിപീഠത്തിന് മുമ്പിൽ കണ്ണീര് വാർക്കാൻ. കാരണം ദൈവത്തിന് പകരക്കാരനായിട്ട് ജീവിക്കേണ്ടതാണ്. പക്ഷെ മനുഷ്യനാണെന്നുള്ളത് തീരണമില്ല. എന്തു ചെയ്യും? ജീവിക്കേണ്ടത് അങ്ങനെയാണ്. അതൊക്കെ നല്ല ബോധമുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പരിശീലനം തന്നിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ചൂടാവരെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പെരുന്നാളായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചേട്ടന്മാർക്ക് അവരവരുടെ കാര്യമുള്ളൂ എല്ലാവർക്കും വലുത്. പ്രദക്ഷിണം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, റാസയിലെ ഏറ്റവും മുമ്പിൽ നീക്കി വെച്ചിട്ട് ഈ അമിട്ട് കത്തിച്ചോളോ, അല്ലെങ്കിൽ റാസ തടസ്സപ്പെടും, സമയം വൈകിക്കൊണ്ടിരിക്കുക. പക്ഷേ അമിട്ട് കത്തിക്കുന്നതിൻ്റെ വിചാരം എന്താ? ഈ വെടിക്കെട്ട് ഏറ്റവും ഭംഗിയാക്കി തീർക്കണം എന്നാണ് അവൻ്റെ ആവശ്യം. പാട്ട് പാടുന്നവൻ്റെ ആവശ്യം എന്തെന്നാ? ഇത് ഏറ്റവും ഭംഗിയായിട്ട് പാട്ട് പാടണം. അച്ഛനെ സംബന്ധിച്ച് പാട്ട് നോക്കണം, റാസ നോക്കണം, സമയം നോക്കണം, വയ്യാതെ നടക്കണം അപ്പാപ്പനെ ഓർക്കണം, നിറക്കാൻ വയ്യെങ്കിലും കൂട്ടത്തിൽ നടക്കണം അമ്മാമ്മയെ നോക്കണം, കയറ്റം നോക്കണം, ഇറക്കം നോക്കണം, ഭക്ഷണം കൊടുക്കാനുള്ള സമയം നോക്കണം, അച്ഛന്മാരെ തിരിച്ചു വിടണം, മഴയോ വെയിലുണ്ടെങ്കിൽ അത് നോക്കണം, അപകടം പറ്റാതെ തിരിച്ചയക്കണം, നിയമം പാലിക്കണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം അച്ഛൻ റാസ തീർക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചൂടാവുമ്പോൾ നാട്ടുകാർ വിചാരിക്കും, വർഷത്തിലൊരു റാസയ്ക്ക് ഇയാൾ എന്തിനീ കിടന്ന് ബഹളം വയ്ക്കുന്നത്, അതിപ്പോൾ ഇത്തിരി 9 എന്താ കുഴപ്പം? വടക്ക് വിടുന്നെങ്കിൽ പൊട്ടിച്ചപ്പോൾ എന്താ പ്രശ്നം? അതിപ്പോൾ ഈ കല്യാണത്തിന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ട് ചെയ്താൽ എന്താ ബുദ്ധിമുട്ട്? മാമോദീസ് ഇപ്പോൾ 11 മണിക്ക് വെച്ചാൽ എന്താ പറ്റില്ലേ? മുമ്പ് സാരിക്കാണ്ട് കെട്ടാൻ വന്ന എന്താ കുഴപ്പം? കാരണം എന്താ? ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നമുക്ക് നൽകപ്പെട്ട നിയമങ്ങൾ. ഇനി ചിലർ വന്നിട്ട് പറയും, അതൊന്നും അയാളൊന്നും ചുവല്ലെന്നേ. ചുവതായതുകൊണ്ടൊന്നും അല്ല ആരും അച്ഛനായേക്കണത്, അവനിഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. കാരണം എന്താ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. 5 ഉണ്ടെങ്കിൽ ഒരെണ്ണത്തോട് ഇത്തിരി സ്നേഹം കൂടുതലുണ്ട്. നിങ്ങൾ വെറുതെ 5 ഒരുപോലെ സ്നേഹം എന്നൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടെ പോയാലും എന്തിനോടെങ്കിലൊക്കെ ഇത്തിരി സ്നേഹം കൂടുതലുണ്ട് ഒരെണ്ണത്തിനോട്. അത് ചിലപ്പോൾ അവൻ്റെ കുറവുകൊണ്ടായിരിക്കും. വലിയ ബുദ്ധിയൊന്നുമില്ല, 5 പൊട്ടണതാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എവിടെ പോയാലും അതെവിടെയാടാ, അതവിടെ ഇല്ല, സമാധാനം. മറ്റേത് അത് അവിടെ ഇല്ല, കഞ്ഞി കുടിച്ചത് അപ്പോൾ കല്യാണം കഴിച്ച് വിട്ടാൽ നമ്മളെന്ത് വിചാരിക്കുന്നത്? ദൈവമേ, അതെങ്ങനെ ജീവിക്കാനാണ് ഈ ഭൂമിയിൽ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി ഒന്ന് ചേർത്ത് നിർത്തും. കാരണം എന്താ? അതിനെ കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനൊന്നും കൊള്ളില്ല, അതിനുള്ള ബുദ്ധിയില്ല, ബോധമില്ല. അങ്ങനെയുള്ളതുകൊണ്ട് തമ്പുരാൻ ചേർത്ത് വെച്ചതാണ് പുരോഹിതനെ. ഈ ഭൂമിക്ക് ചേരാത്തതായതുകൊണ്ടും ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതുകൊണ്ടും തമ്പുരാൻ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ കൂടെ നടക്കുക. വീഴുമ്പോൾ അങ്ങേര് താങ്ങുന്നുള്ള ധൈര്യത്തിൽ. അല്ലാണ്ട് ആർക്ക് ധൈര്യമുണ്ട്? അവൻ്റെ പൗരോഹിത്യം 2000 കൊല്ലം ഒരുങ്ങി ഈശോ അർപ്പിച്ച് ബലി അർപ്പിക്കാൻ ഏത് പുരോഹിതനാ യോഗ്യതയുള്ളത്? ഏത് പുരോഹിതനാ ചങ്കൂറ്റമുള്ളത്? ആർക്കാ അതിന് മാത്രം ധൈര്യത്തോടെ അവിടേക്ക് കയറി വരാൻ പറ്റണത്? ആർക്കുമില്ല. പക്ഷേ കൂട്ടത്തിൽ നിന്ന് വിളിച്ചെടുക്കുമ്പോൾ തമ്പുരാൻ്റെ അടുത്ത് എല്ലാ വൈദികരും ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിയെ കൂടിയിട്ടൊന്നും അല്ല, പറ്റണമൊന്നുമില്ല, ശിക്ഷിക്കരുത്. നീ കൈ ഉയർത്തി ആശീർവദിക്കാൻ പറയുമ്പോൾ ഭയമുണ്ട്. കാരണം എന്തെന്നാ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് പകരം കൈ ഉയർത്തണേ? നിൻ്റെ ഉടുപ്പിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോകം എതിർക്കുന്നതിന് കാരണം എന്താണെന്നറിയോ? അവനെ മറ്റുള്ളവർ ക്രിസ്തുവിനെ പുരോഹിതനിൽ കാണുന്നത് കൊണ്ടാണ്. അത് ഒഴിവാക്കണം. അച്ഛന്മാരെന്തിനാ? പള്ളി എന്തിനാ? കൂതാശി എന്തിനാ? നമുക്ക് വട്ടം കൂടി ഒരു ഹാളിൽ ഇരുന്നിട്ട് ബ്രെഡും മുറിച്ച് വീഞ്ഞെ മുക്കി തിന്നിട്ട് പണ്ട് ഈശോ അങ്ങനെ ചെയ്തൊന്നും പറഞ്ഞ് ബൈബിളിൽ കിട്ടിയതൊക്കെ വായിച്ച് തോന്നിയതും പാടി സ്തോത്രവും പാടി ഹാലിലെയും പറഞ്ഞ് ദശാംശം കൊടുത്ത് പോയാൽ പോരെ. എന്തിനും ഇങ്ങനെ പള്ളി കുർബാനയൊക്കെ? ബലികൾ നിന്നു പോവുകയും കൂതാശകൾ അസ്തമിക്കുകയും കത്തോലിക്ക തിരുസഭ ഇല്ലാതാവുകയും ചെയ്യുന്ന അന്ന് ഈ ലോകത്തിൻ്റെ അന്ത്യം ആരംഭിച്ചു. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അന്ത്യത്തിൻ്റെ ആദ്യ ലക്ഷണമാണ് ബലികളും കൂതാശകളും നിന്നുപോകും. പിന്നെ ലോകത്ത് വേറെ ഒന്നുമില്ല, പരിപാടി അവസ്ഥ. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് വൈദികരെ തകർക്കണം. അതിനെ അവർ വെടിമരുന്നിട്ട് തരും, നമ്മൾ തീ കത്തിച്ചിട്ട് കൊടുക്കും. അച്ഛനങ്ങനെയാ. പിന്നെ പണ്ട് ഇവിടെ ഒരുത്തുണ്ടായിരുന്നു, അവൻ അങ്ങനെയായിരുന്നു. പണ്ട് ഒരച്ച വീടിനായിരുന്നു, അവൻ ഇങ്ങനെയായിരുന്നു. നമ്മുടെ വക ചായക്കടയിലെ നോട്ടീസ് അടിയിൽ ഒപ്പിട്ട് കൊടുത്തു. ആരാ പറഞ്ഞേക്കണേ? ആ പള്ളിയിലെ ചേട്ടനാ. ചേട്ടൻ സ്ഥിരം പള്ളിയിൽ പോകണ ചേട്ടനാ. അപ്പോൾ ചേച്ചിയാ, ആ ചേച്ചി പള്ളിയിലെ മെയിൻ ചേച്ചിയാ, കൊന്തെത്തിക്കുന്ന ചേച്ചിയാ. ചേച്ചി നുണ പറയില്ല. കുടുംബശ്രീയിൽ പറഞ്ഞു. ഇനി എത്ര ആളുടെ വിശ്വാസം നശിപ്പിക്കും? കുറവുണ്ടെന്നേ. പ്രശ്നമുള്ള മെത്രാന്മാരും അച്ഛന്മാരും മാർപ്പാപ്പയൊക്കെ തന്നെയാണ്. കാരണം പച്ച മനുഷ്യരല്ലേ. അവരുടെ കുറവുകൾക്ക് കാരണം നമ്മുടെ പ്രാർത്ഥന കുറവാണ്.
ഒരു വൈദികൻ വീണിട്ടുണ്ടെങ്കിൽ അതിനൊന്ന്, ഈ പള്ളിയിലെ ഇടവകയിൽ ഒരുത്തനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരണക്കാരൻ വികാരിയച്ചനാ, അച്ഛൻ കൈവിരിച്ച് പ്രാർത്ഥിച്ചില്ല. നിങ്ങളുടെ മക്കൾക്കൊരു ഉറവുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരണക്കാർ നിങ്ങളാ, നിങ്ങൾ കൈവിരിച്ച് പിടിച്ചിട്ടില്ലേ പ്രാർത്ഥിക്കാൻ. ലോകത്ത് മെത്രാൻ വീഴുന്നുണ്ടെങ്കിൽ, മാർപ്പാപ്പ വീഴുന്നുണ്ടെങ്കിൽ, വൈദികർ വീഴുന്നുണ്ടെങ്കിൽ കാരണക്കാർ നമ്മളാ, നമ്മൾ കൈവിരിച്ച് പിടിച്ചില്ല. എൻ്റെ പ്രാർത്ഥനകൾ അവരോർത്തില്ല. അതുകൊണ്ട് ഇന്ന് മരിച്ചുപോയ ഒരുപാട് വൈദികരുണ്ട്, ആരും ഓർക്കാനൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ്റെ വീട്ടുകാർ വന്ന് ഇവിടെ തലകുത്തി മറിയുന്നു, വെറുതെയാ. വല്ലതും കയ്യിലുണ്ടെങ്കിൽ ആ ആൾക്കാർ വരും, അല്ലെങ്കിൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. കാരണം നിങ്ങൾ ക്രിസ്റ്റോമേ പോയാൽ കാണാം. ഇനി അകലേക്കൊന്നും പോണ്ട, തൃശ്ശൂർ ക്രിസ്റ്റോമേ പോയാൽ കുറേ എണ്ണം ഉമ്മറത്ത് കസേര ഇട്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് വർത്താനം പറയാൻ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. വർഷത്തിൽ ഇപ്പോൾ പിള്ളേരെങ്കിലും ബിയാനിയുടെ അന്ന് പോയിട്ട് ഒരു കേക്കും കൊടുത്ത് കാക്കിരി ഉക്കിരി കാട്ടി അങ്ങനെ പോകുന്നുണ്ട്, തിരിച്ചു പോരുന്നുണ്ട്. ആരുമില്ല വേറെ. അപ്പോൾ ആ ജീവിതമൊക്കെ പരാതിയൊന്നും അവർക്കില്ല. ഇവരൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ അച്ഛന്മാരെയും ആദ്യത്തെ പ്രാർത്ഥന അച്ഛനായി കഴിഞ്ഞിട്ട് കുർബാന ചൊല്ലി കഴിയുമ്പോൾ ഇവിടെ കിടന്ന് മരിക്കണം. അതാണ് ഏറ്റവും നല്ല മരണം. കാരണം കയ്യിൽ കാശുണ്ട്, ഒരു 50 സെൻറ്റ് സ്ഥലവും ഒരു കാറും 5 ലക്ഷം ബാങ്ക് ബാലൻസും ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടാവും. കാരണം എന്താ, ഇതാരൊക്കെ പോണേന്ന് നമ്മൾ പറയില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അതും തീർന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യന് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പോകില്ല. നമുക്ക് നല്ല ബോധത്തോടു കൂടി തന്നെ, അതൊരു പരാതിയല്ല, മറിച്ച് അത് ചില വിധികളാണ്. നിങ്ങൾക്ക് മക്കളുണ്ടായി കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് പോവും, അത് വിധിയാണ്, അതതിൻ്റെ വഴിയാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് വൈദ്യർക്ക് വേണ്ടി എപ്പോഴെങ്കിലുമൊക്കെ ഒരു നന്മ അറിഞ്ഞവരെയും ചെല്ലണം, നല്ലതാണ്. സിസ്റ്റേഴ്സിന് വേണ്ടി. കാരണം ജീവിതത്തിൻ്റെ അകത്ത് കൂട്ടിയെ കൂടാത്ത പണിക്ക് ഇറങ്ങിയേക്കണതാണ്. കൂട്ടിയെ കൂടിയില്ല, നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടോ, നമ്മുടെ തന്തേരെയും തള്ളേരും കുറവൊക്കെ നമുക്കുണ്ട്. അപ്പോൾ എന്തിന് ചങ്കൂല എൻ്റെ ഏട്ടൻ്റെയും ഷൈനിയുടെയും മോനെ ഇവിടെ നിന്നിട്ട് ഇതൊന്നും പറയാനുള്ള വകുപ്പില്ല. പിന്നെ അവൻ വിളിച്ചു, അവൻ കൊണ്ടു കിടക്കണു, അവന് കാരണമുണ്ട്, നമുക്ക് കാരണമൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് വൈദികരെ ഒരു കാരണവശാലും ഒരു വൈദികൻ്റെയും കണ്ണീര് വിടാൻ ഇടവരുത്തരുത്. അത് അവരുടെ മേന്മ കൊണ്ടല്ല, മറിച്ച് അവർക്ക് വേണ്ടി ചോദിക്കാൻ. ഇപ്പോൾ നിങ്ങൾ മേലെ പിടിയച്ഛന് എണ്ണം കൊടുത്തു എന്ന് വിചാരിക്കുക, അച്ഛൻ്റെ വീട്ടുകാർ വരുന്നുണ്ടോ നിങ്ങളോട് ചോദിക്കാൻ? അച്ഛൻ വരുന്നുണ്ട് ചോദിക്കാൻ? ഇല്ല. പക്ഷെ അങ്ങനെ വന്നാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഒരാളെ ബാക്കി വെച്ചിട്ടുണ്ട്, അത് തമ്പുരാനാണ്. അതുകൊണ്ടാണ് ദൈവം പ്രതികാരം ചെയ്യുന്നു പറയുന്നത്. അവരുടെ കുറവുകളുണ്ടെങ്കിൽ അവരോട് പറയാം, മുഖത്ത് നോക്കി പറയാം. അത് വട്ടം കൂടി ഒരുമിച്ചിരുന്നിട്ട് എല്ലാം കൂടി കുത്തരുത്. കാരണം മനുഷ്യനല്ലേ, തകർന്നു പോകും. പകരം അച്ഛൻ്റെ റൂമിൽ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, അപ്പം മാറ്റണം. തെറ്റിന് തിരുത്തും വേണം. തെറ്റല്ലെങ്കിൽ ആ വൈദികൻ്റെ കൂടെ നിൽക്കും. ഒരു കാര്യം ചെയ്തു, എനിക്ക് ഇവിടുത്തെ ആൾക്കാരൊന്നും വലിയ പരിചയമില്ല, കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രസ്റ്റീനെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ട്രസ്റ്റ് ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ എന്ത് ചെയ്തു, ചെന്നങ്ങോട്ട് കൊടുത്തു. എന്തുട്ടാ കാട്ടി വെച്ചേക്കണേ, ഇത് അങ്ങനെയാണ് ചെയ്യുന്നത്, അത് അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. കിട്ടണ മുഴുവൻ അച്ഛനിട്ടാ. ട്രസ്റ്റിക്ക് എന്താ പ്രശ്നം? കിട്ടാൻ മുഴുവൻ വിചാരിച്ചിട്ടാ. അച്ഛൻ്റെ പണിക്കുറ്റം തോന്നുന്നു. പിന്നെ അച്ഛൻ വിചാരിക്കും, എന്തിനീ പുലിവാരി പിടിക്കാൻ പോണേ, അവന്മാരെന്തെങ്കിലും ചെയ്തോട്ടെ, കുർബാനയില്ല, പ്രാർത്ഥിക്കുക, മിണ്ടാണ്ടിരിക്കുക, പ്രശ്നം തീർന്നുല്ലോ. പല അച്ഛന്മാരുടെയും കൂമ്പ് നുള്ളി കളഞ്ഞത് അങ്ങനെയാണ്. പേടിയാണ് ഇപ്പം ചെയ്യാനായിട്ട്. പിള്ളേരെ അടുത്ത് പള്ളിയെ വരണം അറന്നമാരും ഇപ്പോൾ എനിക്കിപ്പോൾ എന്താ പ്രശ്നം? കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ ആദ്യത്തെ ഡേറ്റ് നിങ്ങൾ എന്നെ കുറിച്ചു. കുമ്പസാരിക്കണം, പ്രാർത്ഥിക്കണം, കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ സമയമല്ലോ, തീരണമൊന്നുമില്ല. ആർക്ക് വേണ്ടി അച്ഛനോടെ കുർബാന ഇല്ലെന്നേ? നമുക്കത് സിമിത്തേരി പണി നടന്നുകൊണ്ടിരിക്കുക. അങ്ങേരെ അപ്പനെ അമ്മേനെ ഇവിടെ അടക്കണ്ടോ? ഇല്ലല്ലോ. അങ്ങേരെ ഇവിടെ അടക്കൂ? ഇല്ല. നിങ്ങൾ വിചാരിച്ചതിന് ഇവിടെ അടക്കില്ല. അച്ഛനച്ഛൻ്റെ ഇടവേല കൊണ്ടുപോകുള്ളൂ. ഇതാർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണമെങ്കിൽ 2 തരത്തിൽ ഇതിനെ കാണാം. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പണിതിട്ട് വേണം. പഴയ സിമിത്തേരിക്ക് എന്താ കുഴപ്പം? എന്തോ ഒരു ഇരുത്തിലെ കാരണന്മാർ കിടന്നിരുന്നേ, ആ മണ്ണ് മുഴുവൻ മാന്തി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ആരൊക്കെങ്കിലൊക്കെ കിടന്ന ഭൂമിയിൽ തന്നെ ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത്. പണ്ട് ഇവിടെ കാരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയൂ? ഒരാൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴേക്കും എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാൽ പിന്നെ അയാളെ ഒന്ന് തകർത്ത് തരിപ്പണാക്കിയത്. നമ്മുടെ നിലപാട് മുഖാന്തരം നഷ്ടപ്പെടുന്ന നന്മകൾ മുഴുവൻ നമുക്കും കൂടി ഒന്ന് ഓർക്കുക. അങ്ങേർക്ക് ഇപ്പം എന്തത്ര ബുദ്ധിമുട്ട്? ഈ പൊടി മണ്ണ് തിന്നിട്ട് ഇവിടെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഏറ്റവും നല്ല പരിപാടി എന്തായിരുന്നു? മിണ്ടാതിരിക്കുക, 3 നേരം ചോറുണ്ട, കുർബാനയില്ല, തിരിച്ചു പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ചും കൂടി നല്ലത് കിട്ടണം, എൻ്റെ മക്കൾ കുറച്ചും കൂടി സന്തോഷത്തിൽ ജീവിക്കണം, എൻ്റെ മക്കൾ കുറച്ചും കൂടി നന്മയിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവരുടെയും അവസാനം എങ്ങനെയായിരിക്കും? നല്ല തെറി കേട്ട്, ചീത്ത കേട്ട് ഇവിടുന്ന് പോകുമ്പോൾ. പഴയൊരു പാട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചും പോകുമ്പോൾ പാടിയിരിക്കും ട്രാൻസ്ഫർ കിട്ടുമ്പോൾ. എന്നെ നാട് കടത്തട്ടെ, തുണയ്ക്ക് കർത്താവുണ്ട് എനിക്ക്, വാളാലൻ തല വീഴട്ടെ,
കല്ലേറാൽ കൊല്ലട്ടെന്നെ, ആഴിക്കടലിലേക്ക് എറിയട്ടെന്നെ, എല്ലാവർക്കും കിട്ടുന്ന അച്ഛന്മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ കഴിഞ്ഞ ഒറ്റ സെൻഡ് ഓഫാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതോടുകൂടി ദൈവം എന്നെ കുറേ കാര്യം പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെൻഡ് ഓഫൊക്കെ തന്നോ 10 രൂപയുടെ സാധനം എനിക്ക് വേണ്ട, അത് തന്നാൽ അവിടെ വെച്ചിട്ട് പോകും. കാരണം നമ്മൾ പഠിച്ചു ദൈവവും അല്ലാത്ത വേറെ ഒന്നും വേണ്ട. പിന്നെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു അച്ഛനെ 10 പൈസ ബാങ്ക് ബാലൻസ് കാണില്ല. അച്ഛന്മാരെ ശമ്പളമൊക്കെ അറിയാലോ അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വിചാരിക്കരുത് കോടികൾ ആസ്തിയായിട്ട് നടക്കണേ. 15,000 രൂപയാണ് ശമ്പളം. ഇപ്പോൾ കുർബാനായിരം അടക്കണമെങ്കിൽ 17,000 കിട്ടും. 3,000 രൂപ ഞങ്ങൾ താമസിക്കുന്നതായതുകൊണ്ട് 2,000 രൂപ ചോറിന് കൊടുക്കണം. പിന്നെ ബാക്കി വണ്ടിക്കൂലി ഇതൊക്കെ അതിൽ നിന്ന് പോകണം. ഇത് കാശിൻ്റെ ദാരിദ്ര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെയാവുമ്പോഴും നമ്മൾ കൊടുത്ത് ജീവിച്ചു തുടങ്ങിയാൽ 10 പൈസ ബാക്കിൻ്റെ അവനൊരു മാസം കഴിയുന്നു. പക്ഷെ ദൈവം നടത്തും. കാരണം എന്താ? അവന് വേണ്ടി ജീവിച്ചു തുടങ്ങിയതുകൊണ്ട്. ഈ 5 കൊല്ലമായി പട്ടം കിട്ടിയിട്ട് 5 കൊല്ലം ആവുന്നു. ഈ 5 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച പാടാ 1 രൂപ കയ്യിൽ വേണ്ട. എൻ്റെ ബാങ്ക് ബാലൻസ് അറിയിക്കാൻ വേണ്ടി പറയാനല്ല, കഴിയുമ്പോൾ എനിക്ക് അവർ തരും വേണ്ട. 21 രൂപയാണ് ഇന്നലത്തോടു കൂടി അതിലൊരു 1000 രൂപ ഇതിനകത്ത് തീർന്നുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരം എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളെ കാശ് എൻ്റെ കയ്യിൽ വരും. ഞാൻ നടക്കണത് അന്തസ് ബൈക്കുമേ. 20-ൽ ഒരാൾക്കും ഇല്ലാത്ത ബൈക്കാണ് പിതാവ് എനിക്ക് വാങ്ങി തന്നായിരുന്നു. എന്ത് കണ്ടിട്ടാ? എൻ്റെ കയ്യിൽ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാ? അല്ല, 1,73,000 രൂപ വരെ വണ്ടി എൻ്റെ കയ്യിലിരിക്കുന്നു. ബൈക്ക് രൂപതയുടെയാണ്, പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഇരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ 20,000 രൂപ വരെ സിസ്റ്റർ ജൂബിലി കഴിഞ്ഞപ്പോൾ വാങ്ങി തന്ന ചെറുക്കപ്പടിയിൽ നിന്ന്. ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ സർവത്ര സാധനവും നാട്ടുകാർ വാങ്ങി തന്നേക്കുന്നത്. 5 പൈസ കയ്യിലില്ലെങ്കിലും ദൈവം നടത്തും. കാരണം നമ്മൾ അവൻ്റെ കൂടെ ഇറങ്ങിയതാണ്. എല്ലാവരും അത് തന്നെയാണ്. എല്ലാ വൈദികരുടെയും സ്വപ്നം അത് തന്നെയാണ്. അവർ നിങ്ങളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊപ്പം ഉണ്ടോന്നാ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വിളിക്കണം. ഇടയ്ക്ക് അച്ഛനെ എന്താ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കൊടുത്തത് വേറെ വല്ലയിടത്തും നിങ്ങളുടെ അച്ഛന്മാർക്ക് കിട്ടും. ഇവിടുന്ന് ഒരാളല്ലോ പട്ടം വാങ്ങിയത്. അങ്ങേർക്ക് ഇത് കിട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ തുടങ്ങണം. ചോദിക്കണം. കുറവുണ്ട്, എനിക്കിഷ്ടപ്പെടാത്ത സ്വഭാവമൊക്കെ അച്ഛനുണ്ട്, അച്ഛൻ്റെ ട്യൂണൊന്നും എനിക്കിഷ്ടമല്ല, അല്ലെ പ്രാർത്ഥന ഇഷ്ടമല്ല. പക്ഷേ അങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ ബലി ഇവിടെ തുടരുന്നത്. ഈ സക്രാരിക്ക് ഒരാൾ കാവൽ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് നിങ്ങളുടെ ഇവിടെ ദൈവം ഇങ്ങനെ വസിക്കുന്നത്. മറക്കരുത്. ഒരു വൈദികനെയും കണ്ണു നിറയാൻ അനുവദിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറവും ബലഹീനതയുള്ള ഒരുപാട് മക്കളെ ഇന്ന് ദൈവം വിളിച്ചു ചേർക്കുമ്പോൾ ഒരുപാട് വൈദികരെ ഇന്നും കരഞ്ഞും വേദനിച്ചും ജീവിതത്തിൻ്റെ അകത്ത് ഒതുങ്ങി പോകുന്നത് നമ്മൾ കൊടുക്കാത്ത സപ്പോർട്ട് കൊണ്ടാണ്. ഒരു നല്ല വാക്ക് പറയാനായിട്ട്, ബർത്ത്ഡേ വരുമ്പോൾ ഒന്ന് വിഷ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാച്ചാ എന്നൊന്ന് പറയാനായിട്ട് നോക്കണം. അവനെ വിധിക്കാനായി ഒരുമിച്ച് കൂടിയെന്നാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. 2, ദൈവദൂഷണം പറയുന്ന ഒരു നാവ് അവർക്ക് നൽകപ്പെട്ടു എന്ന് വെളിപാട് പുസ്തകം പറയുന്നുണ്ട്. ഓർത്തിരിക്കണം. അടിച്ച് തകർത്ത് കളയുമ്പോൾ നിങ്ങൾ തകർത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരച്ഛനെയാണ്. പക്ഷെ ഒരുപാട് തലമുറകളിൽ അച്ഛൻ നിശബ്ദനാവും. ഒരു പ്രശ്നം വരുമ്പോൾ അച്ഛൻ പോയി അച്ഛനങ്ങ് പണി കൊടുത്തു, ഇരിക്കട്ടെ അങ്ങോട്ട് ഒരു പണി. എന്തിനപ്പം ഇതിലൊക്കെ ഇടപെടാൻ പോയേ? അച്ഛനൊതുങ്ങി. പക്ഷേ ഒരുപാട് മക്കൾക്ക് കിട്ടേണ്ട നന്മകൾ അവിടെ നഷ്ടപ്പെടും. ആ വൈദികൻ്റെ കണ്ണീര് വീഴുന്നിടത്ത് ഭൂമിയിൽ നിന്ന് സ്വർഗവും ഭൂമിയും ഒരുപോലെ ശപിക്കും. അതിന് കാരണം ഇതാ. അതുകൊണ്ട് ഇത്തിരി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ എല്ലാ വൈദികരെയും മാമോദീസ നൽകിയത് തൊട്ട് നമ്മുടെ ഏറ്റവും അടുത്ത കാരണന്മാരെ അടക്കിയ വൈദികരുണ്ട്. ഒരുപാട് വൈദികർ ഇത്തിരി വിഷമത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ ഓർക്കാം. മുറിവേറ്റവർ, തകർത്തവർ, തകർക്കപ്പെട്ടവർ, തെറ്റിദ്ധരിക്കപ്പെട്ടവർ ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ വൈദികരൊക്കെ ബലിയിൽ നമുക്ക് ഓർത്ത് പരിശുദ്ധാത്മാവ് ഇടപെടാൻ, നല്ല പുരോഹിതരായി ജീവിക്കാൻ, ഈശോയുടെ മുമ്പിൽ മുറിഞ്ഞു തീരാൻ, അഭിഷേകമായി തീരാൻ, ഒന്നുമല്ലാതായി തീരാൻ പ്രാർത്ഥിക്കും. കാരണം അപ്പം മുറിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ബാക്കിയില്ലായിരുന്നു. പുരോഹിതനും മുറിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒന്നും ബാക്കിയില്ല. അപ്പനമ്മയൊക്കെ മരിക്കുന്നവരെയാണ് സനാതര്. അപ്പനമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനാഥനാണ് വൈദികൻ. എവിടെയും പോയിട്ട് കാര്യമൊന്നുമില്ല. വലിയപ്പൻ്റെ മക്കൾ ചേട്ടനൊക്കെ ഇന്ന് വെറുതെ, അതൊക്കെ കോമഡിയാണ്. ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കെട്ടിക്കയറിയെന്നുള്ളത് നമ്മളാരുമല്ല. അവരുടെ മക്കൾ, അവരുടെ കുടുംബമൊക്കെ ഉണ്ട്. പറയാൻ വല്ലപ്പോഴും ചെന്നൊരു ചായ കുടിച്ചെങ്കിൽ പോരാം. കയറി ചെല്ലാൻ പോലും ഇടവില്ല. അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമില്ല. പണ്ട് പോയതാ. ഇപ്പോൾ എൻ്റെ പിൻകോഡ് ഏതാ? 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുക. അഡ്രസ്സ് എവിടെയാണ്? എൻ്റെ ബന്ധുക്കൾ എവിടെയാണ്? എവിടെയൊക്കെ പോകാൻ നേരം? കൂട്ടുകാരെവിടെയാണ്? എനിക്ക് സ്വന്തം സമയം എവിടെയാണ്? എൻ്റെ സന്തോഷങ്ങൾ എവിടെയാണ്? എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ എവിടെയാണ്? ഒക്കെ ഇവിടെ ബലിയായി തീർന്നു. എല്ലാ വൈദികരുടെ അവസ്ഥ അതാ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ നല്ല പുരോഹിതർ ഇനി ഉണ്ടാകാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഒരു വൈദികൻ്റെയും കണ്ണീര് ബലിപീഠത്തിൽ വീഴാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ എല്ലാ വൈദികരെയും ഈ ബലിയിൽ നമുക്ക് ഓർക്കാം.